ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു പോഷിയായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ, മഞ്ഞിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്ന പരിഹാസം ഏറ്റുവാങ്ങിപ്പോലും നിൻ ദിവ്യവചനത്തിൻ സാക്ഷിയാകാൻ. നിന്നെ പാരിനു നൽകുവാനായി ഇനി ഭാരങ്ങളെന്തും ചുമക്കാം. നിന്നെ പാരിനു നൽകുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാൻ എത്രയേറെ പാടുപെട്ടു. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാൻ എത്രയേറെ പാടുപെട്ടു. പാപച്ചുഴികളിൽ താഴാതിരിക്കാൻ ഞാൻ എത്രയേറെ നോമ്പു നോറ്റു. നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ
കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് വേറൊരു കൊടിയെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. എല്ലാ ദേശത്തുമുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുന്ന ഒരു കൊടിയെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്തു നിന്നും അവരെ ചൂള കുത്തി വിളിക്കും. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും. ദൂരത്തുള്ള ജാതികളിൽ നിന്ന് പോലും ആളുകൾ ബന്ധപ്പെട്ട് വരും. അനേകർ വന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്ന് സമാധാനം അനുഭവിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊടി പല അർത്ഥം അതിനുണ്ട്. ഒന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ, ദൂരെ പോയവർ, അവരെ ദൈവം വിളിക്കുന്നു എന്നുള്ളതാണ്. അകന്നു പോയവരെ വിളിക്കുന്നു, ദൂരെ പോയവർ വിളിക്കുന്നു, ജാതികളെപ്പോലെ ജീവിക്കുന്നവരെ വിളിക്കുന്നു, പ്രജാതികളെപ്പോലെ ദൈവമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന മനുഷ്യരെ ദൈവം വിളിക്കുന്നു. ദൈവം അവരോട് കരുണ കാണിച്ച് അവർ വിളിക്കുന്നു. നാം ഓരോരുത്തരും ഇന്ന് നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിനും ദൂരെയാണെന്ന് നിൽക്കുന്നവർക്ക് മനസ്സിലാകും. പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, പള്ളിയുണ്ട്, കഷ്ടാനുഭവാഴ്ചയുണ്ട്, ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ വരും. ഓശാന പെരുന്നാളിന് കുരുത്തോല കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കും. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആത്മാവ് ദൂരെ പോയിരിക്കുകയാണ്. ദൈവസ്നേഹത്തിൽ നിങ്ങൾ ദൂരെ അകന്നു പോയിരിക്കുകയാണ്. ഇതൊരു പരമസത്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇത്രയേറെ ആളുകൾ വന്നു, മനോഹരമായൊരു വലിയ കൂട്ടം ഇവിടെ ഉണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ അതേ സമയത്ത് ഉള്ള് നീറുന്നു. എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവേ, പലർക്കും ഒന്നും അറിയാൻ പാടില്ലല്ലോ. അവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടല്ലോ. ദൂരെയാണ്, ദൈവത്തിന് ദൂരെയാണെന്ന് ആരും അറിയുന്നില്ലല്ലോ. ഇന്ന് ഈ ലോകത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നു, ലോകത്തിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, ലോകത്തിൻ്റെ കാര്യം മാത്രം. ലോകത്തിലെ സുഖം, ലോകത്തിലെ ഇമ്പങ്ങൾ, ലോകത്തിലെ പ്രൗഢി, ലോകത്തിലെ ആഡംബരങ്ങൾ, ലോകത്തിലെ എല്ലാ ഇഷ്ടങ്ങളും. ലോകം പ്രകടമായ പാവത്തിന് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സമാധാനമുണ്ട്, പ്രകടമായ പാവത്തിന് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് പലരും ഒരു മൂഢമായ സമാധാനത്തിലിരിക്കുകയാണ്, അപകടമായ സമാധാനത്തിലിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് എത്ര സമാധാനത്തിലിരുന്നാലും ഈ ഒരു പരമസത്യം നിങ്ങൾ ഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങളാരെയും കുറ്റമതിക്കാൻ നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ വളരെ ഏറ്റവും എളിമയോടെ പറയുകയാണ്. ഇന്ന് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഓരോ കണ്ണീരൊഴുക്കി കരയും. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആത്മാവ് ഇന്ന് മരിച്ചു കിടക്കുകയാണ്. ആദാം മരിച്ചു, തിന്ന നാളിൽ മരിക്കും, തിന്നുന്ന ദേഹി മരിക്കും, തിന്നുന്ന നാളിൽ മരിക്കും. ആദാം ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെടാൻ തിന്നപ്പോൾ മരിച്ചു. പിന്നെയും പക്ഷേ ആദാം ശരീരത്തിൽ 930 വർഷം ജീവിച്ചിരുന്നു. ഇന്ന് ആത്മാവ് മരിച്ചിരിക്കുകയാണ്, പക്ഷേ ശരീരം ജീവിച്ചിരിക്കുന്നുണ്ട്. അനേകരുടെ അവസ്ഥ ഇതാണ്. ആത്മാവ് മരിച്ചിരിക്കുന്നു, ശരീരം ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സ്ഥിതിയിൽ കടന്നുപോയാൽ, ഞാൻ വളരെ ഭയത്തോടെ പറയട്ടെ, വേദനയോടെ പറയട്ടെ, ഇന്നത്തെ സ്ഥിതിയിൽ കടന്നുപോയാൽ നിങ്ങൾ പലരും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ഇന്നത്തെ സ്ഥിതിയിൽ കർത്താവായ യേശു വീണ്ടും വരികയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പലരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയില്ല. ചൂള് കുത്തി വിളിക്കുന്നത് പോലെ കാഹളനാദം മുഴങ്ങും, കാഹള ശബ്ദം മുഴങ്ങും. കർത്താവായ യേശു വരുമ്പോൾ, അപ്പോൾ കർത്താവ് വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വിളി കേൾക്കുകയില്ല. നിങ്ങൾ പറക്കാനുള്ള സ്തുതിയുടെ ചിറക് നിങ്ങൾ കിട്ടിയിട്ടില്ല. ആത്മാവിൻ്റെ സ്തുതി നിങ്ങൾ കിട്ടിയിട്ടില്ല. ആത്മാവിൻ്റെ ആരാധന തുടങ്ങിയിട്ടില്ല. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം കിട്ടിയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരി, നല്ലതാണ്. നിങ്ങൾ നമസ്കാരം ചൊല്ലുന്നുണ്ട്, ശരിയാണ്. നോമ്പ് നോക്കുന്നുണ്ട്, ശരിയാണ്. നിങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ താല്പര്യമുള്ളവരാണ്. മറ്റു സാധാരണ മനുഷ്യരെ പോലെയല്ല. വചനം കേൾക്കാൻ താല്പര്യപൂർവ്വം നിങ്ങൾ വരുന്നുണ്ട്, അതൊന്നും വളരെ നല്ലതാണ്. വചനം കേൾക്കണമല്ലോ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഭയത്തോടെ പറയട്ടെ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നിങ്ങൾ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. വളരെ ഗൗരവമേറിയ കാര്യമാണ് ഈ പറയുന്നത്. ശരീരം ജീവിച്ചിരിക്കുന്നുണ്ട്. ശരീരം ജീവനുള്ള ശരീരമാണ്. ശരീരത്തിൽ ജീവനുണ്ട്. ആത്മാവ് മരിച്ചിരിക്കുന്നു. ഡെഡ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ മരിച്ചിരിക്കുന്നു. ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം പറയും, അപ്പോസ്തലനായ പൗലോസ് പറയും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പറയും, ആത്മാവ് മരിച്ചിരിക്കുന്നതെന്ന്. എങ്ങനെയാണ് ആത്മാവ് മരിച്ചതെന്ന് പറയുന്നു? അതിക്രമങ്ങളാലും
പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു. അതിക്രമങ്ങളും പാപങ്ങളും. എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ആത്മാവ് മരിച്ചിരിക്കുന്നതെന്ന്? നിങ്ങൾ പലതിലും തൃപ്തിപ്പെട്ട് കഴിയുകയാണ്. ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ പലതും കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, നിങ്ങൾ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. നിങ്ങൾ പലരും ആത്മീയമായ ശുഷ്കാന്തിയോടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എങ്കിലും ഹൃദയത്തിൽ നീരസം മാറിയിട്ടില്ല, ഹൃദയത്തിൽ മുഷിച്ചിൽ മാറിയിട്ടില്ല. ചിലരോടെല്ലാമുള്ള മുൻവിധിയുണ്ട്, ചിലരോട് പകയോ വിദ്വേഷമോ ഉണ്ട്, ചിലരോട് ചില അകൽച്ചകളുണ്ട്, ഇണക്കക്കുറവുകളുണ്ട്. ചിന്തിച്ചു നോക്കൂ, ശരിയല്ലേ? വാസ്തവമായി നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അമ്മായിമ്മയോടൊന്നല്ല, സ്വന്തം ഭർത്താവിനോട് നിർമ്മലമായ സ്നേഹം എത്ര പേർക്കുണ്ട്? ഭാര്യയോട് നിർമ്മലമായ സ്നേഹം എത്ര പേർക്കുണ്ട്? സ്നേഹമാണ്, ശരിയല്ലേ? സ്നേഹം തന്നെ. പക്ഷേ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ സ്വർഗീയമായ നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ കണ്ണുകൾ കൂടെ നോക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ തനിനിറം വെളിവാകുന്നത്. ഏറ്റവും അശുദ്ധമായ ഒരവസ്ഥ, ഏറ്റവും അഴുക്കായ ഒരവസ്ഥ, ഏറ്റവും ദരിദ്രമായ ഒരവസ്ഥ, ദൈവത്തിന് സ്തോത്രം, ഏറ്റവും ഭയാനകമായ ഒരവസ്ഥ, കർത്താവിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ തനി രൂപം കണ്ടാൽ നിങ്ങൾ ഭയന്നു പോകും. നിങ്ങളുടെ തനി രൂപം, ഹൃദയത്തിൻ്റെ രൂപം, എന്താണ് ഈ ഹൃദയമെന്ന് കണ്ടാൽ ഭയന്നു പോകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്, പല നമസ്കാരങ്ങൾ വൃത്തിയായിട്ട് ചൊല്ലുന്നുണ്ട്, എല്ലാം ശരിയാണ്, കൂട്ടായ്മകൾ മുടങ്ങാതെ വരുന്നുണ്ട്. പക്ഷേ രൂപം കണ്ടാൽ ഭയപ്പെട്ടു പോകും. അകം എങ്ങനെ ഇരിക്കുന്നു? അകം നിർജീവമാണ്, അകം മരിച്ചിരിക്കുകയാണ്, അകത്ത് പൈശാചികൻ വാഴുകയാണ്. സാത്താൻ്റെ സ്വഭാവമുണ്ട്, സാത്താൻ്റെ കുടില സ്വഭാവങ്ങളുണ്ട്, സാത്താൻ്റെ ക്രൂര സ്വഭാവമുണ്ട്. പെട്ടെന്ന് ശുണ്ഠി പിടിക്കുന്ന സ്വഭാവമില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഒരു കാരണവും പക്ഷേ പറയാൻ കാണുകയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കാരണം പറയാനുണ്ടായേക്കും. പെട്ടെന്ന് കോപം വരുന്നു. എന്തുകൊണ്ടാണ് ഈ കോപം വരുന്നതിന് കാരണം? പിശാചാണ് അവൻ്റെ രൂപം തമ്മിൽ കെട്ടിയേൽപ്പിച്ചിരിക്കുകയാണ്. പിശാചിൻ്റെ രൂപം, അവൻ്റെ സ്വഭാവം. പെട്ടെന്ന് വാശി വരുന്നു. ചിലപ്പോൾ അപ്പനോട് വാശി, അല്ലെങ്കിൽ അമ്മയോട് വാശി, അല്ലെങ്കിൽ സഹോദരങ്ങളോട് വാശി, വാശി വരുന്നു. അധ്യാപകരോട് വാശി. എന്തിന്? പ്രിയപ്പെട്ടവരെ, വാശി പിടിക്കുന്ന സ്വഭാവം. ഞാനിതെല്ലാം പറയുന്നത് ഒരളവിൽ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര കോപം ഉണ്ടായിരുന്നു, ഭയങ്കര വാശിയുണ്ടായിരുന്നു, ഭയങ്കരമായ ദുശ്ശാഠ്യം ഉണ്ടായിരുന്നു, നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഭാഗ്യവശാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ എൻ്റെ ഉള്ളത്തിലേക്ക് വന്നപ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ ഞാൻ അവിടെ തല താഴ്ത്തി. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിനയപ്പെട്ടു. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഏങ്ങലടിച്ചു. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കരച്ചിലാരും കേൾക്കാതെ കൊണ്ട് ഞാൻ തല വളരെ താഴ്ത്തി പിടിച്ചു. ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ അങ്ങനെ സംഭവം എനിക്കുണ്ടായി. 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നിരാശ കൊണ്ട് ജീവിതമായിരുന്നു. അപ്പൻ മരിച്ചതിന് ശേഷം എനിക്ക് 1 വയസ്സിൽ അപ്പൻ മരിച്ചു, 2 വയസ്സിൽ ചേട്ടൻ മരിച്ചു. അങ്ങനെ അനാഥമായി പോയൊരു കുടുംബം. അത് നിങ്ങൾക്കറിയാമല്ലോ. വാസ്തവത്തിൽ നിരാശ പറ്റിയൊരു ജീവിതം, ആശയറ്റുപോയൊരു ജീവിതം. എന്നും അമ്മ കരയുമ്പോൾ ഞങ്ങളും കരയും. ദൈവത്തിന് സ്തോത്രം. അമ്മയ്ക്ക് രോഗം, പെങ്ങൾക്ക് രോഗം, എനിക്കും രോഗം. എന്നും ചികിത്സ, എന്നും കഷായം, എന്നും മരുന്ന്, എന്നും കുഴമ്പ്, എന്നും നെയ്യ്, ഇതെല്ലാം മരുന്ന് ചേർത്തതായ എല്ലാ സമ്പ്രദായങ്ങളും, അന്നത്തെ ആയുർവേദ വിധിപ്രകാരമുള്ള സമ്പ്രദായങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ രോഗം മാറുന്നുണ്ടായിരുന്നില്ല. ജീവിതം ക്ലേശമായിരുന്നു, ദുരിതം പിടിച്ച ജീവിതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിരാശനായി ഭാവിയെക്കുറിച്ച് എല്ലാ പ്രതീക്ഷകളും മങ്ങി. 10ാം ക്ലാസ്സിൽ പഠിത്തം കഴിഞ്ഞപ്പോൾ പഠിത്തമെല്ലാം തീർന്നു. അങ്ങനെ നിരാശനായി 17-ാമത്തെ വയസ്സിൽ പള്ളിയകത്ത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വീട് പൂട്ടിയിട്ട് ഞങ്ങൾ പോയി അവിടെ വചനം കേട്ടുകൊണ്ടിരുന്നു. അന്ന് എന്തെങ്കിലും പ്രത്യേക കാര്യം സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ചിന്തിച്ചുമില്ല. കാരണം എൻ്റെ നോട്ടത്തിൽ എനിക്ക് പാവമൊന്നുമില്ലല്ലോ. വന്നിരിക്കുന്ന ആളുകൾക്കല്ലേ മദ്യപാനമുള്ളവരുണ്ട്, പ്രകടമായ മോഷണമുള്ള സ്വഭാവമുള്ളവരുണ്ട്, കവർച്ച സ്വഭാവമുള്ളവരുണ്ട്, വഴക്കടിക്കുന്നവരുണ്ട്, പിണങ്ങുന്നവരുണ്ട്, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നവരുണ്ട്. അതൊക്കെ അറിയാം, എനിക്കറിയാം. പക്ഷേ എനിക്കിതൊന്നും ഇല്ലല്ലോ. ഇതാണ് ഞാൻ ചിന്തിച്ചത്. ഇനി വേറെ കുഴപ്പമൊന്നും എനിക്കില്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പിട്ട് നമസ്കരിക്കുന്നുണ്ട്, എല്ലാ കൗമായും ചൊല്ലുന്നുണ്ട്, കൃത്യമായ പ്രാർത്ഥനയുണ്ട്. എനിക്കെൻ്റെ കുഴപ്പം. അതുകൊണ്ട് ഞാനൊന്നും വലിയ പ്രതീക്ഷയൊന്നും കൂടി വെച്ചുകൊണ്ടല്ല പോയത്. അച്ഛൻ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് അവിടെ പോയി എന്ന് മാത്രം. പക്ഷേ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ നേരെ വിരൽ ചൂണ്ടി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. സ്തോത്രം. ലാസറിൻ്റെ കല്ലറയ്ക്കകം ചീഞ്ഞിരിക്കുകയാണ്. അവിടെ ദുർഗന്ധമുണ്ട്. കല്ലറയ്ക്ക് പുറത്ത് ഒരു കുഴപ്പമില്ല, അവിടെ ഒരു ദുർഗന്ധവുമില്ല.
ഇതുപോലെ അകം ചീഞ്ഞിരിക്കുന്നവർ, അകം ദുർഗന്ധം നിറഞ്ഞവർ ചിലരുടെ ഈ പള്ളിയെ തിരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ളവർ ലാസർ മരിച്ച് കിടക്കുന്നത് പോലെ ജീർണിച്ച് മരിച്ച് പല ദിവസങ്ങളായി ദുർഗന്ധം വമിച്ച് കിടക്കുന്നവരുണ്ട്. അവരുടെ ആത്മാവ് മരിച്ചത് മാത്രമല്ല ദുർഗന്ധപൂരിതമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവരെ യേശുദ രക്ഷിക്കാൻ പോകുന്നു. ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നോക്കി, പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. അദ്ദേഹം എൻ്റെ നേരെ വിരൽ ചൂണ്ടുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. ലാസറേ പുറത്തു വരിക. ഞാൻ തല താഴ്ത്തി. പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് പറഞ്ഞു. അതോടുകൂടി ജീവിതമാകെ മാറി. അതോടുകൂടി ജീവിതമാകെ മാറ്റി. യേശു ക്രിസ്തുനാഥനായി വന്നു. മരിച്ച ആത്മാവിന് ജീവൻ കിട്ടി. സ്തോത്രം. സമാധാനം കിട്ടി. എനിക്ക് സ്തുതിയും സ്തോത്രമൊക്കെ പറയുന്നത് ഒരു മോശമായിട്ട് ഞാൻ കരുതിയിരുന്നത്. അതുവരെ ഞങ്ങളുടെ പള്ളിയിൽ കൺവെൻഷൻ വരുന്നവർ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്യും. ഈ തനത് പ്രാർത്ഥന പോലും എനിക്ക് ദേഷ്യമായിരുന്നു. പാടില്ലെന്നാണ് എൻ്റെ ധാരണ. എഴുതപ്പെട്ട പ്രാർത്ഥന അല്ലാതെ വേറെ തനിയായിരുന്നു പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് എൻ്റെ ചിന്തയുണ്ടായിരുന്നത്. അങ്ങനെ ചില മൂഢവിശ്വാസങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ കൺവെൻഷൻ്റെ അവസരത്തിൽ ഒരു ദൈവദാസൻ, കൂട്ടായ്മയിൽ തന്നെയുള്ള ഒരാളാണ്. അന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതാണ് വാസ്തവത്തിൽ എന്നെ വളർത്തിയെടുക്കാൻ കർത്താവ് ഉപയോഗിച്ച ഒരു മാധ്യമം, ഒരു മുഖാന്തരം. ആ കൂട്ടായ്മയിലെ ഒരു ദൈവദാസൻ, അദ്ദേഹം തനത് പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൺവെൻഷന് മുമ്പ്. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടക്കുറവ് തോന്നി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഞാൻ അത്രയും സമയം ഞാൻ അലസനായി അവിടെ ഇരുന്നു. അതിൽ ശ്രദ്ധിക്കാതെ ഞാനിരുന്നു. അതുപോലെ തന്നെ സ്തുതിയെന്നോ സ്തോത്രം എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഒരു അറപ്പായിരുന്നു, മോശമായിരുന്നു. അത് ഇത്തിരി ആഠ്യത്വമുള്ളവർക്കൊന്നും ചേർന്നതല്ല എന്നുള്ള ചിന്താഗതിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തു അകത്ത് വന്നതോടുകൂടി എല്ലാം പൊട്ടിച്ചെതറി. പഴയ ധാരണകൾ പൊട്ടിപ്പോയി. പഴയ ചിന്താഗതികളെല്ലാം തകർന്നുപോയി. പഴയ മനോഭാവങ്ങളെല്ലാം തകർന്നുപോയി. എൻ്റെ ദുശ്ശീലങ്ങളെല്ലാം മാറിപ്പോയി. ദുശ്ശീലത്തെ കോപിക്കുന്നത്, അതുപോലെ ദുശാഠ്യം പിടിക്കുക, അമ്മയോട് വഴക്കടിക്കുക, ഇതൊക്കെയായിരുന്നു. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം പൊട്ടി തകർന്നു. അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. അന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയായിരുന്നു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ ചൂളകുത്തി വിളിക്കുകയാണ്. ദൈവം നിങ്ങളെ കാഹളനാദത്തോട് വിളിക്കുകയാണ്. സ്നേഹത്തിൻ്റെ കാഹളമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ക്ഷണിക്കുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങളിന്ന് എഴുന്നേറ്റ് വരുമോ? നിങ്ങളിന്ന് കർത്താവിൻ്റെ വചനം കേട്ട് നിങ്ങൾ തന്നെ താഴ്ത്തുമോ? കർത്താവേ, കഴിഞ്ഞ കാലങ്ങളെല്ലാം പാഴായി പോയല്ലോ, കഴിഞ്ഞ കാലങ്ങളെല്ലാം നഷ്ടമായി പോയല്ലോ. എൻ്റെ നാഥ, ഇന്ന് നീ കടന്നു വന്ന് എൻ്റെ മേൽ തൃക്കരുന്ന് വയ്ക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ദൈവത്തിന് സ്തോത്രം. അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചു കിടക്കുകയാണ്. ആത്മാവ് മരിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഉദ്ധാരണം വേണമോ? വേറെ ആരും നിങ്ങളെ സഹായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടി കൃത്യപ്പെടുത്തി പറഞ്ഞാൽ, ക്രിസ്ത്യൻ റോയൽ ഫെലോഷിപ്പിലേക്കും വരണമെന്ന് പറയുന്നില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ മാത്രം മതി. ഇവിടെ വന്നാൽ വചനം കേൾക്കാം. വന്നാൽ നിങ്ങൾക്ക് സത്യവചനം കേൾക്കാം. മായമില്ലാത്ത വചനം കേൾക്കാം. സ്ഥാപിത താല്പര്യമില്ലാത്ത വചനം കേൾക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓടി ഓടി വരാം. അനേകർ വരുന്നുണ്ടല്ലോ, സന്തോഷം. പ്രിയപ്പെട്ടവരെ, പോരാ. നിങ്ങളുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് ഏങ്ങലടിയുള്ളതോടെ നിങ്ങൾ വരണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ, കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ഇത്രയും വർഷങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം. നിരാശയിൽ വർഷങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആകുലങ്ങളിൽ വർഷങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവമേ, വലിയ ചുമടുകളെടുത്ത് വലിയ ഭാരമേറിയ ആകുലങ്ങൾ വേറിക്കൊണ്ട് കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവേ, ചിലരുള്ളതായി മുഷിച്ചിലും വൈരാഗ്യം വെച്ചുകൊണ്ട് അനേകം നല്ല നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കുടുംബത്തിൽ കലഹമുണ്ടായി, കുടുംബത്തിൽ സ്വൈര്യക്കേടുണ്ടായി, അത് ഞാൻ മൂലമുണ്ടായി, അതിനുമൂലം എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തോട് പറയണം, നഷ്ടത്തിൻ്റെ കഥകൾ പറയണം. കർത്താവേ, നഷ്ടപ്പെടുത്തിയ കാലങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും മദ്യപാനം ചെയ്യുന്ന ശീലമുള്ളവരുണ്ടോ? നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ആഭിജാത്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കി നിങ്ങളുടെ പാവങ്ങൾ നിങ്ങൾ കാണുമോ? നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ കാണുമോ? നിങ്ങൾ മനുഷ്യരിലേക്ക് നോക്കണ്ട. ഈ സംസാരിക്കുന്ന എന്നിലേക്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങളെക്കാൾ ഒട്ടും ഭേദപ്പെട്ടവനല്ല ഞാനും പാവിയായൊരു മനുഷ്യനാണ്. നിങ്ങൾ എന്നെയും ആശ്രയിക്കേണ്ട. ആശ്രയിക്കാൻ യോഗ്യനായി ഒരാളുണ്ട്. അതെൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്.
ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക. ഒരു സഭയിലേക്ക് നിങ്ങൾ നോക്കണ്ട, ഒരു സമുദായത്തിലേക്ക് നോക്കണ്ട, ഒരു സമുദായ നേതാവിലേക്ക് നോക്കണ്ട, ദൈവത്തിന് സ്തോത്രം, ഒരു സുവിശേഷങ്ങളിലേക്ക് നോക്കണ്ട. നോക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ട്, അവിടെ നിന്ന് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. സ്തോത്രം. എവിടെ വേദനയുണ്ട്, വേദന ആറ്റി അകറ്റാൻ അവിടെ വരികയാണ്. എവിടെ ദുഃഖമുണ്ട്, എവിടെ രോഗമുണ്ട്, എവിടെ ആവലാതിയുണ്ട്, എവിടെ കണ്ണീരുണ്ട്, കണ്ണീര് തുളയ്ക്കാനും വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമകളെ, നിൻ്റെ കണ്ണീര് തോർന്നു കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? യൗവനക്കാരാ, നിൻ്റെ ജീവിതത്തിൽ സമാധാനം വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്, ചൂള കുത്തി വിളിക്കുകയാണ്, കൊടി ഉയർത്തി ചൂള കുത്തി വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിൻ്റെ കൊടി ഉയർത്തി വിളിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ കൊടി തിരികെ വരാൻ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കാണാൻ പറ്റുമോ? കർത്താവേ, ഞാൻ പാവിയായ ഒരു മനുഷ്യൻ, എൻ്റെ ദൈവമേ, മറ്റാരെയും ഞാൻ നോക്കുന്നില്ല, മറ്റുള്ളവരുടെ പാവം ഞാൻ നോക്കുന്നില്ല, അവരുടെ പാവം അവർ നോക്കട്ടെ, ഞാൻ നോക്കുന്നില്ല. എൻ്റെ കാര്യമാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് പാവമുണ്ട്, എൻ്റെ പാവത്തിന് ഇന്നയാളാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയും. തെറ്റാണ്. ഇന്നയാൾ കാരണമാണ് എനിക്ക് പാവം വന്നതെന്ന് ഞാൻ പറയാൻ പാടില്ല. ഹൗവ മൂലം എനിക്ക് പാവം വന്ന് ആദാം പറഞ്ഞ് തെറ്റിപ്പോയി. പാമ്പ് മൂലം എനിക്ക് പാവം വന്ന് ഹൗവ പറഞ്ഞ് തെറ്റിപ്പോയി. ഞാൻ എന്നെ നോക്കുന്നു, എനിക്ക് പാവം വന്നു, അത് വാസ്തവമാണ്. കർത്താവേ, ഞാനൊരാളാണ് കാരണക്കാരൻ, ഞാനൊരാളാണ് കുറ്റക്കാരൻ. ദൈവത്തിന് സ്തോത്രം. വളരെ എളിമയോടെ ഞങ്ങൾ പറയുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിലേക്ക് ഇനി പോകരുത്, ഇനി മദ്യപാനത്തിലേക്ക് പോകരുത്, ഇനി അഴുക്കായ ബന്ധങ്ങളിലേക്ക് പോകരുത്, ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകരുത്, അഴുക്കായ ശീലങ്ങൾ പഠിക്കരുത്. കഞ്ചാവോ പാൻപരാഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പല സാധനങ്ങളുണ്ടല്ലോ, മയക്കുമരുന്നുകൾ, ഡ്രഗ്സ്, ഇതൊന്നും നിങ്ങൾ എടുത്തു പോകരുത്, തൊട്ടുപോകരുത്. കുഞ്ഞുകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളതൊന്ന് ഉപയോഗിച്ച് തുടങ്ങി പരിശീലിച്ച് പോകരുത്. അതിന് നിർബന്ധിച്ചാൽ പോലൊന്നും വാങ്ങി കഴിക്കരുത്, ഒരിക്കലും ഉപയോഗിക്കരുത്, സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഭാസുരമാക്കണം, നിങ്ങളുടെ ജീവിതം പ്രശോഭിതമാക്കണം. നിങ്ങൾ മൂലം ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ മൂലം ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾക്ക് തീരുമാനിക്കാം. പറ്റുമോ നിങ്ങൾക്ക്? ഇനി മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായിരിക്കും, ഇനി മുതൽ ഞാൻ എൻ്റെ കുടുംബത്തെ സ്വർഗമാക്കും, ഇനി മുതൽ ഞാൻ മൂലം ഒരു പ്രയാസം ആർക്കും വരികയില്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ മൂലം പ്രയാസം വരികയില്ല, ഞാൻ പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ എവിടെയാണെങ്കിലും ഞാൻ മൂലം പ്രയാസം വരികയില്ല, എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ മൂലം പ്രയാസം വരികയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ഞാൻ മൂലം പ്രയാസം വരികയില്ല, ആർക്കും വേദന വരികയില്ല. ഞാൻ എല്ലാവരെയും ഞാൻ സ്നേഹിക്കും, എല്ലാവരോടും ഞാൻ ക്ഷമിക്കും. എൻ്റെ തെറ്റുകൾ എനിക്ക് വന്നാൽ ഉടനെ ഞാനത് എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഞാൻ മാപ്പ് ചോദിച്ച് നിരപ്പാകും. ദൈവത്തിന് സ്തോത്രം. തീരുമാനിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ചൂളുകുത്തി വിളിക്കുകയാണ് ദൈവം. നിങ്ങളെ സ്നേഹത്തോടെ കാഹളനാദത്തോടെ വിളിക്കുകയാണ്, ഓരോരുത്തരെയും വിളിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ പേരറിയാം. സക്കായിയേ എന്ന് വിളിച്ച കർത്താവാണ്, മാർത്തയെ മാർത്തയെ എന്ന് വിളിച്ച കർത്താവാണ്, അബ്രഹാമേ എന്ന് വിളിച്ച കർത്താവാണ്, മോശയെ മോശയെ എന്ന് വിളിച്ച കർത്താവാണ്, ശമൂവേലേ ശമൂവേൽ എന്ന് വിളിച്ച കർത്താവാണ്. നിങ്ങളെ കർത്താവ് പേർ ചൊല്ലി വിളിക്കുകയാണ്, ചൂളകുത്തി വിളിക്കുകയാണ്. ആ കൊടി കയ്യിലുണ്ട്. കർത്താവ് ചൂളകുത്തി കൊടി കീഴിലേക്ക് വരാൻ വിളിക്കുന്നു. മനോഹരമായൊരു കൊടി ഇങ്ങനെ നാട്ടിയിരിക്കുകയാണ്. അത് സുന്ദരമായ കൊടി, അത് സ്നേഹത്തിൻ്റെ കൊടിയാണ്, അത് ജയത്തിൻ്റെ കൊടിയാണ്, അത് വിശ്വാസത്തിൻ്റെ കൊടിയാണ്, അത് സത്യത്തിൻ്റെ കൊടിയാണ്, അത് ജയത്തിൻ്റെ കൊടിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് ന്യായവിധിയുടെ കൊടിയുമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ നാം പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഇതിലേക്ക് കടക്കുന്നില്ല. ന്യായവിധിയുടെ കൊടിക്കീഴിലേക്ക് നിങ്ങൾ ഓടി വരുവീൻ, നിങ്ങൾ വിശ്വാസ സമ്പന്നരാകുവീൻ. കർത്താവിൻ്റെ രക്ഷ നിങ്ങളുടെ സ്വന്തമാക്കിയെടുത്തുകൊണ്ട് ഇന്ന് നിങ്ങൾ പുതിയ തീരുമാനമെടുക്കുകയും നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന നിരതരിക്കുക. കർത്താവിൻ്റെ വിളിയാണ് നിങ്ങൾ കേട്ടത്. കർത്താവേ, ഞാനിതാ നിൻ്റെ വിളിക്ക് ഞാൻ ചെയ്തു തരുന്നു. കർത്താവേ, ഞാനിതാ എഴുന്നേറ്റ് വരുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, കഴിഞ്ഞ കാലങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ, സത്യം അറിയാതെ ഞാൻ ജീവിച്ചു പോയല്ലോ, ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നല്ലോ. കർത്താവേ, എനിക്കൊരു ചുമതലാബോധം ഇല്ലാത്തതുപോലെ ഞാൻ ജീവിച്ചു പോയല്ലോ. കർത്താവേ, ഞാൻ മൂലം കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കിയല്ലോ. കർത്താവേ, ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കിയല്ലോ, ഞാൻ മൂലം എൻ്റെ ഭർത്താവിന് ദുഃഖമുണ്ടാക്കിയല്ലോ, ഞാൻ മൂലം എൻ്റെ ഭാര്യ കരയേണ്ടി വന്നല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടി വന്നല്ലോ. കർത്താവേ, തെറ്റുകളേറെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. കർത്താവേ, ഇപ്പോൾ ഞാനിതാ തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ദൂരദേശത്ത് നീ എന്താ മടങ്ങി വരുന്നു. ഇപ്പോൾ കർത്താവേ, നാഥ, നിൻ്റെ ആ ശബ്ദം കേട്ടുകൊണ്ട്, ആ കാഹളനാദം കേട്ടുകൊണ്ട് നിൻ്റെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലേക്ക്, ജയത്തിൻ്റെ കൊടിക്കീഴിലേക്ക്, തിരിച്ചു വരൻ്റെ കൊടിക്കീഴിലേക്ക് ഞാനിതാ വരുന്നു. കർത്താവേ, എന്നെ നീ സ്വീകരിക്കണമേ. കർത്താവേ, പാപിയായ മനുഷ്യൻ ഇതാ തിരുമുമ്പാകെ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുമോ? ഇന്ന് ജീവിതം ഒന്ന് തുടങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ,
മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, വചനം നൽകിയതിനായി സ്തോത്രം, എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം. കർത്താവേ, തിരുവചനത്താൽ ഓരോരുത്തരെയും സമീപിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും നന്മകളിൽ നിറയ്ക്കണമേ, കൃപകളിൽ പൊതിയണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ, രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.